ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റിവ്യൂ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെയാണ്. ഒരു 2-3 ദിവസം മുന്നെയാണ് ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ഫാമിലിയോടൊപ്പം. പക്ഷേ കുറച്ച് താമസിച്ചു റിവ്യൂ പറയാൻ, കുറച്ച് തിരക്കുകൾ പെട്ടുകൊണ്ട്. ജിത്തു ജോസഫിന്റെ ഒരു ക്രൈം കോമഡി മൂവിയാണ് ഈ നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമ. ബേസിലും സിദ്ദിഖും ഗ്രേസി, അങ്ങനെ മനോജ് കെ ജയൻ, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ സാധാരണ കാണുന്ന ജിത്തു ജോസഫിന്റെ ഒരു ക്രൈം ത്രില്ലറുടെ ഒരു സുഖം നമുക്ക് ഈ മൂവിയിൽ കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ കയറിയ പടം. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബേസിലിന്റെ അഭിനയമാണ്. ഒരു രക്ഷയില്ല. ബേസിലിന്റെ കോമഡി ഒരു രക്ഷയില്ല. നമ്മൾ കണ്ട് ചിരിച്ചു പോവും. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു കുറച്ച് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ ഒരു മൂവി. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി സപ്പോർട്ടിംഗ് റോള് കൊടുത്തോണ്ടാവും അജു ജോസഫിനും ലെനയ്ക്കും സ്വാസികയ്ക്കൊക്കെ ഒരു അധികം ചെയ്യാൻ ഇല്ലാത്ത പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു മൂവിയാണ്. നമ്മൾ കുടുംബത്തോടു കൂടി വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ആശീർവാദ് ഫിലിംസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും ഈ പടം എൻജോയ് ചെയ്തു. എനിക്ക് പൊതുവെ ബേസിൽ ജോസഫിന്റെ എല്ലാ പടവും എനിക്കിഷ്ടമുള്ള ഒരു ആളാണ്. ജയ തുടങ്ങിയാണ് ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക കോമഡി എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു മൂവി ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു.